ആക്ച്വലി ഇപ്പോഴേ സമാധാനമായത്. ഇന്നലെ പപ്പ വിളിച്ചിട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞവരോട് വരണ്ടെന്ന് പറഞ്ഞു. നീ വന്ന് വീട്ടിൽ സംസാരിച്ചതിന് ശേഷം പപ്പ എന്നോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കേട്ടപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു സമാധാനമുണ്ട്. നീ ധൈര്യമായിരിക്കേണ്ട ചെയ്യുക, അതൊക്കെ സെറ്റാവും. അല്ലാതെ പിന്നെന്താ, എൻ്റെ സംസാരത്തിലേ അങ്ങനെ എപ്പോഴേ ഫ്ലാറ്റ് ആയതാ, പിന്നെ എപ്പോൾ വെറുതെ ഷോ. നിറാമേ, എൻ്റെ അപ്പനെ പറ്റി പറഞ്ഞോളല്ലോ, സ്നേഹിച്ചാൽ നോക്കൂല, വൃത്തിട്ട് അലക്കും ഞാൻ. ചെറ്റ എൻ്റെ ചിരി ഞാൻ ശരിയാക്കി തരാടാ പട്ടി. അത് ഈ പരിപാടിയോടെ അടുത്തു, പ്രാക്ടീസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ന് ഈവനിങ് പ്രാക്ടീസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു മീറ്റിങ്ങും ആര് എന്തിനൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. എന്നാലും വന്നിട്ടില്ലെങ്കിൽ എല്ലാത്തിൻ്റെ തലമുടി അടിച്ചു പൊട്ടിക്കും. പിന്നെ കാശി, നിന്റെ പാട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു സവാന. വേണ്ട, ഒന്നും പറയണ്ട. അപ്പം ഒന്ന് വൈകുന്നേരം പ്രാക്ടീസ്, ഓക്കെ? എല്ലാവരും അവിടെ ഉണ്ടാവണം. അതെ, ധ്രുവയും വന്നു. ഇനി ആരും വരാമല്ലോ. ധ്രുവ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കപ്പിൾ ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാനും ജിമ്മിന് നല്ല പേരായിരിക്കും. അയ്യടാ, അങ്ങനെ കപ്പിൾ ടീമോ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ജസ്റ്റ് ഒരു ഫൺ ബ്ലൈൻഡ് ഡാൻസ് കളിക്കാം. എന്നിട്ട് അതിലാരാണോ നന്നായി കളിക്കുന്നത് ഒരു ടീം. ജസ്റ്റ് ഒരു ഫൺ സെലക്ഷൻ, അങ്ങനെ ഉണ്ടാൽ മതി. അപ്പോൾ തുടങ്ങാം. റെഡി? കറങ്ങടാ അങ്ങോട്ട്. മതി 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 മതി. പോന്നോട്ടെ. അല്ല സോണിയ, പോന്നോട്ടെ. ആരാണ് എൻ്റെ പേർ? ആരായാലും കം ഹിയർ. കയ്യോടെ. കിട്ടി 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 കിട്ടി. കമ്മോൺ. കണ്ണു കുത്തിടത്തോണ്ടി തിരി തിരി തിരി. തൊണ്ടൊരു ചോടത്തിരി. എനിക്ക് പേർ വേണ്ട. മേരെ ദിൽ ഹോ യാ ഹേ. അയ്യോ, ഇത് ശരിയാവില്ല. പേരിനെ അതേ തീരുമാനിക്കാം. യുങ്കിയും കാശിയും, അതുപോലെ തന്നെ ജിമ്മിനും ധ്രുവയും, ഞാനും റാമു. മേ ബി ഞങ്ങളുടെ പേര് സോളോ അയക്കാനോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മാ ഡാൻസിനായിട്ട് ഫുൾ കച്ചറ അയക്കാനും. അപ്പോൾ ഓക്കെ, തുടങ്ങാം. കാശി, അലൻ, നീ എന്താ ഇവിടെ? ഞാൻ എല്ലായിടത്തും ഉണ്ട്. നീ എവിടെയുണ്ടോ അവിടെ എല്ലാം ഞാനും ഉണ്ട്. ഇതൊക്കെ നിന്റെ പുതിയ ഫ്രണ്ട്സാ? എന്താ പരിപാടി ഇവിടെ? എല്ലാവരും ഉണ്ടല്ലോ. പുതിയൊന്നല്ല, പഴയ തന്നെ. നീ അത് വിട്. നീ എന്താ ഇവിടെ? സത്യം പറ. നീ അങ്ങനെ വെറുതെ വരില്ല, എനിക്കറിയാം. തമാശ വിട്ട് കാര്യം പറ മോനെ. നീ എന്താ ഇവിടെ? ചേട്ടാ, എൻ്റെ ചേട്ടൻ ഇവിടെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ പ്രൊഫസറാ. ചേട്ടനെ കാണാൻ വന്നതോ. അപ്പോൾ അവിടുത്തെ ബഹളം കേട്ട് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഞാൻ നിന്നെ കണ്ടേ. നിന്നെ ഞാൻ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. നീ വന്നേ, നമുക്ക് സെൽഫി എടുത്താലോ? കുറേ വർഷമായില്ലടാ. ഏതറാ വേട്ടാവളിയൻ? ആരാ? ഡാലനെ, നീയാ? എന്തടാ ഇവിടെ? ജിമ്മിനെ ഒരു മാറ്റില്ലടാ നിനക്ക്. നീ ഇവിടെ ഞങ്ങളെ കാണാൻ വന്നാണോ? എൻ്റെ പൊന്നു ജിമ്മ, നിന്റെ നീളം മാത്രമല്ല, നിന്റെ ബുദ്ധി മഴന്നിട്ടില്ല അല്ലേ? എനിക്കിങ്ങനെ അറിയാടാ നിങ്ങൾ ഉണ്ടെന്ന്. എൻ്റെ ചേട്ടനെ കാണുന്നത് അപ്പോഴേ നിങ്ങളെ കണ്ട. നീളം ബുദ്ധിമായിട്ട് നിൻ്റെ മോനെ. അല്ലനെ, വെറുതെ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കല്ലേ. കുറേ വർഷത്തിന് ശേഷമേ നിന്നെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ജിമിനെ, ഇതാരാ? ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാ അലൻ. കുറേ വർഷമായി കണ്ടിട്ട് പോയാ കാണുന്നത്. ഹായ്, ഇതാരാ? നിങ്ങളുടെ ഫ്രണ്ടാണോ? യാ, ഫ്രണ്ടാ. മാത്രമല്ല ഞാൻ ജിമ്മിൻ്റെ ഹൗസ്. ഹൗസ് അല്ല, ഹൗസ് ഓണർ. ഹൗസ് ഓണറിൻ്റെ അടുത്താ ഇയാളുടെ വീട്. അല്ലടാ യുങ്കി. യാ വളരെ അടുത്താ. അതോട് നിൻ്റെ വിശേഷം പറ. സുഖമല്ലേ നിനക്ക്? യാ, ഐ എം ഹാപ്പി. ഇപ്പോൾ നിന്നെ കണ്ടതോടും കൂടി ഡബിൾ ഹാപ്പി. അവൻ കാശി നന്നായിട്ട് ഫ്ലഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും അവർ തമ്മിൽ നല്ല ചർച്ച ഉണ്ടല്ലോടാ.
ചേർച്ചോ? എന്ത് ചേർച്ചോ? ഇത് യോങ്കി, നീ വെറുതെ പോയിരിക്കൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. നിനക്കെന്താ? ഏതായാലും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പോകുന്നല്ലോ. നിനക്ക് അവൻ്റെ അങ്കിളിൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് വിവരം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞും അവന് ജീവിക്കണ്ടേ, അതുകൊണ്ട് അഭിപ്രായമിക്കട്ടെ. നിനക്കെന്താ? എൻ്റെ അലീന, നിനക്കൊരു മാറ്റം. That my best friend. She a real bad bitch, got her own money. She don't need. അല്ല, നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാം. ഹേയ്, എന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? ആരാവൻ? അല്ല, അവനെൻ്റെ ഫ്രണ്ടാ. അവൻ എന്നാ എൻ്റെ കൈക്കറി പിടിച്ച. നോക്ക്, എൻ്റെ പ്രോപ്പർട്ടിയിൽ വേറെ ആരും തൊടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിൻ്റെ പ്രോപ്പർട്ടിയോ? നീ എന്തൊക്കെയാ ധ്രുവ പറയുന്നത്? അതെ, നീ എൻ്റെയാണ്. ധ്രുവ, നീ എന്താ ഇപ്പം അതിനായിട്ട് പോകാൻ നിനക്കുണ്ടോ? നീ വിട്ടേ. ഞാൻ നല്ല ബോധത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. നിന്നെ ആരെങ്കിലും തൊടുന്നതോ ഫ്ലേർട്ട് ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല. അതിനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. ഇനി അവനെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് കണ്ട നല്ല ഇട്ട് ഞാൻ ഇരിക്കും. വൈ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഐ ലവ് യു, ഡാം ഇറ്റ്. ख्वाब तेरा तू घटा है फुहार के मैं മറുപടി നന്നായി ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ? लिखा इसी बरस है ना जो मेरी मंजिलों को जाती है तेरे नाम की कोई सड़क है ഡിസബന, നിനക്ക് മറ്റേ സ്റ്റെപ്പ് പഠിപ്പിച്ചേ. ഏതടാ? എൻ്റെ മെയിൻ സ്റ്റെപ്പോ? യാ തന്നെ. ഇവന്മാർക്ക് ബന്ധം എത്രമാത്രം പറഞ്ഞിരിക്കാം. പോവല്ലേ, ഒരു മിനിറ്റ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ പലരും കാണുന്നില്ല. സോ അതാ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്കും കമൻറ്റും കുറവാണല്ലോ, അത്ര തന്നെ ഇല്ല. ലൈക്ക് ജസ്റ്റ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ പോലെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാവും അതിടാൻ. അവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞാൻ ചിലർക്ക് BL സ്റ്റോറീസ് ആകുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു വീടുണ്ടാവും. അങ്ങനെയുള്ളൊരു ഇടണ്ട, കാരണം അത് അവരുടെ പേഴ്സണൽ മാറ്റർ അല്ലേ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ ആരോടും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതാ ഞാൻ പറയാൻ തന്നെ കണ്ടറിഞ്ഞ് തന്നവരാണ് നിങ്ങൾ. ഈ ചോദിച്ചു വന്നേക്കാൾ നല്ലത് ഈ അറിഞ്ഞു തരാമെന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ കമൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അധികം വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ്, നെക്സ്റ്റ് എപ്പിസോഡ് വെയിറ്റിംഗ്, അടിപൊളി, ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ സ്റ്റോറിയെ പറ്റിയൊന്നും തന്നെ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കഥ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് പോവാം. പക്ഷെ എന്നാലും നിങ്ങൾ കമൻറ്റ് ഇടാൻ കാട്ടുന്ന മനസ്സിന് താങ്ക് യു. ഇങ്ങനെ അല്ലാതെ കഥയിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് കമൻറ്റ് ഇടുന്ന 3 പേരുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ആരാന്ന് വെച്ചാൽ ബ്ലാക്ക് പ്രിൻസ് DQ6P സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ മെൻഷൻ ചെയ്യാം അതിൽ. പിന്നെ ഇവർ 3 പേരുമാണ്. ഇത് അവൻ്റെ യൂട്യൂബ് നെയിം ആയിരിക്കും, ബട്ട് എന്നാലും കറക്റ്റായി നെയിം ചെയ്താന്ന് എനിക്കറിയത്തില്ലല്ലോ. സോ അവരോട് ഭയങ്കര താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.